Dear students, welcome back to Winpoint Academy. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബോട്ടണി നിർത്തിവെച്ചത് മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആ മൈക്രോസ്പോറോജെനസിസിൽ എങ്ങനെയാണ് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി പോളൻ ഗ്രെയിൻസ്, ആ പോളൻ ഗ്രെയിൻസിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടാം. ദറ്റ് ഈസ് മെയിൽ ഗാമിറ്റോഫൈറ്റ്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് മെയിൽ ഗാമിറ്റോഫൈറ്റ്. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മെയിൽ ഗാമിറ്റോഫൈറ്റിൻ്റെ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. പോളൻ ഗ്രെയിൻസ് ആണ് കൂടുതൽ നമ്മൾ അത് പറഞ്ഞിട്ടായിരിക്കും പഠിക്കുക. പക്ഷേ മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് എക്സാമിന് ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം, അത് പോളൻ ഗ്രെയിൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ എന്തുകൊണ്ടാണ് പോളൻ ഗ്രെയിൻസിനെ മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ക്യാരി മെയിൽ ഗാമിറ്റ്സ്, അല്ലേ? മെയിൽ ഗാമിറ്റ്സിനെ ക്യാരി ചെയ്യുന്ന ഫ്ലവറിൻ്റെ സ്ട്രക്ചറിനെയാണ് എന്ത് പറയുക, മെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 25 to 50 മൈക്രോമീറ്റർ സൈസ് ആയിരിക്കും. ഓക്കെ, 25 to 50 µm സൈസാണ് പോളൻ ഗ്രെയിൻസിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൽ നോക്കുക, അതിന് രണ്ട് മെയിൻ ലെയേഴ്സുകളാണുള്ളത്. ഓക്കെ, ദിസ് വൺ ഈസ് ദി പ്ലാസ്മ മെംബ്രെയിൻസ്. ഏത് പോളൻ ഗ്രെയിൻസ് ആയാലും അതിനൊരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. ആ പ്ലാസ്മ മെംബ്രെയിനെ കവർ ചെയ്തിട്ട് രണ്ട് മെയിൻ ലെയേഴ്സുകൾ ഉണ്ടാവും. ഫസ്റ്റ് ലെയർ, ദിസ് ഈസ് ദി ഫസ്റ്റ് ലെയർ that is surrounding the plasma membranes, and the second layer is the outermost layer. So it some parts you can see some breaks. Outer wall layers continuous alla, ചില ഭാഗത്ത് breakage ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് that is known as exine. It is known as exine. Okay, outermost wall layer or outermost layer of the pollen grains, that is called exine. Okay, exine പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഹൈലി റെസിസ്റ്റൻ്റ് കെമിക്കൽ സബ്സ്റ്റൻസ് പ്രസൻ്റ് ആയിട്ടുള്ള ലെയറാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം പോളൻ ഗ്രെയിൻസ് അറ്റ്മോസ്ഫിയറിലെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാവും, അല്ലേ? അതിൽ പലതരത്തിലുള്ള എന്താണ് കെമിക്കൽസ്, ആസിഡ്സ്, ആൽക്കലി അതിനോടൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അതല്ലെങ്കിൽ അന്തറിൽ നിന്ന് പുറത്തു വന്ന ശേഷം പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും, പെട്ടെന്ന് നശിച്ചു പോവാം, അല്ലേ? അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹാർഡസ്റ്റ് കെമിക്കൽ സബ്സ്റ്റൻസ് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ലെയർ കൂടിയാണ് എക്സൈൻ. ആ ഹാർഡസ്റ്റ് കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ പേരാണ് സ്പോറോപൊള്ളിനിൻ. എന്താ വിളിക്കുക? സ്പോറോപൊള്ളിനിൻ. സ്പോറോപൊള്ളിനിൻ. ഓക്കെ, ഇപ്പോൾ സ്പോറോപൊള്ളിനിൻ എന്ന് പറയുന്ന ഹാർഡസ്റ്റ് കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ലെയറിൻ്റെ പേരാണ് എക്സൈൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് പോളൻ ഗ്രെയിൻസ് ക്യാൻ ബി പ്രിസർവ്ഡ് ആസ് ഫോസിൽസ്. ഫോസിൽസ് ആയിട്ട് ഈ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യാം, പ്രിസർവ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ 2000 അല്ലെങ്കിൽ 3000, 10,000 ഇയേഴ്സ് വരെയുള്ള പോളൻ ഗ്രെയിൻസിനെ ഒരു പക്ഷേ പല സയൻറ്റിസ്റ്റുകൾ പല സമയങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. പോളൻ ഗ്രെയിൻസ് പാറയിലും മറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്ന പോളൻ ഗ്രെയിൻസിൻ്റെ എവിഡൻസ്, പല പ്ലാന്റ്സിൻ്റെയും എവിഡൻസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചറൊക്കെ സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് സഹായിക്കുന്നത് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സ്പോറോപൊള്ളിനിൻ. അപ്പോൾ പോളൻ ഗ്രെയിൻസ്, ഒരു ക്വസ്റ്റ്യൻ ഒരു പക്ഷേ ഇങ്ങനെ ചോദിക്കാം, പോളൻ ഗ്രെയിൻസ് ക്യാൻ ബി പ്രിസർവ്ഡ് ആസ് ഫോസിൽസ്. വൈ? അപ്പോൾ എന്തായിരിക്കും ആൻസർ? ബിക്കോസ് pollen grains consist hardest chemical substance, or exine of pollen grains consists hardest chemical substance, that is known as sporopollenin. It can be resistive acids, alkali and high temperature. വ്യത്യസ്തമായിട്ടുള്ള
ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യാം, ആസിഡ്സിനെ റെസിസ്റ്റ് ചെയ്യാം, ആൽക്കലികളെ റെസിസ്റ്റ് ചെയ്യാം. ആ ഒരു കപ്പാസിറ്റി ഉണ്ടായതുകൊണ്ടാണ് പോളൻ ഗ്രെയിൻസിന് ഫോസിൽസ് ആയിട്ട് പ്രിസർവ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി പ്രിസർവ്ഡ് ആസ് ഫോസിൽസ്. ഓക്കെ, അപ്പോൾ എക്സൈൻ്റെ കണ്ടിന്യൂസ് അല്ല, ചില ഭാഗത്ത് മൈന്യൂട്ട് പോസുകൾ ഉണ്ടാവും. ആ പോസുകളെ വിളിക്കുന്ന പേരാണ് ജേം പോർ. വാട്ട് ഈസ് ജേം പോർ? ഓക്കെ, അപ്പോൾ ചില ഭാഗത്ത് എക്സൈൻസിൻ്റെ സ്മോൾ ഓപ്പണിങ്സ്, എക്സൈനിലുള്ള ചില സ്മോൾ ഓപ്പണിങ്സിൻ്റെ പേരാണ് ജേം പോർ. ഓക്കെ, അപ്പോൾ ദറ്റ് ഈസ് എക്സൈൻ. ഇനി സെക്കൻഡ് ലെയറിലേക്ക് വരാം. ദറ്റ് ഈസ് ഇൻറ്റൈൻ. ദിസ് ലെയർ ഈസ് കോൾഡ് ഇൻറ്റൈൻ. അപ്പോൾ പോളൻ ഗ്രെയിൻസിൻ്റെ സെക്കൻഡ് ലെയറിൻ്റെ പേരാണ് ഇൻറ്റൈൻ. ഇൻറ്റൈൻ ഈസ് മെയ്ഡപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഇൻറ്റൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് കൊണ്ടും സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ എന്ന് പറയുന്ന രണ്ട് കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടാണ് ഇൻറ്റൈൻ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് സ്പോറോപോളിനൈൻ, ഇൻറ്റൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഓക്കെ, ഇനി ഇൻറ്റൈൻ കഴിഞ്ഞാൽ അതിൻ്റെ ഇന്നർ പാർട്ടിൽ വരുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ ഓൾറെഡി ഒരു സെല്ലാണ്. സോ ഇറ്റ് കൺസിസ്റ്റ് പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ഇന്നർ പാർട്ട് ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ ദാറ്റ് കൺസിസ്റ്റ് മെയിൻലി 2 cells. 2 സെൽസുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ സെല്ല് ലാർജസ്റ്റ് സെല്ലായിരിക്കും ആൻഡ് സെക്കൻഡ് സെൽ ഈസ് ദി സ്മോൾ ടൈപ്പ് ഓഫ് സെൽസ് ആണ്. അപ്പോൾ ലാർജസ്റ്റ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് സെൽ. എന്താ വിളിക്കുക? വെജിറ്റേറ്റീവ് സെല്ല്. ഓക്കെ, ലാർജസ്റ്റ് സെല്ലിൻ്റെ പോളൻ ഗ്രെയിൻസിലുള്ള ലാർജസ്റ്റ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് സെല്ല്. അതേപോലെ തന്നെ അതിലുള്ള സ്മോളസ്റ്റ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് ജനറേറ്റീവ് സെൽ. ജനറേറ്റീവ് സെൽ അല്ലേ? ഇപ്പോൾ ലാർജ് സെല്ലിനെ വെജിറ്റേറ്റീവ് സെല്ലെന്നും അതേപോലെ തന്നെ ചെറിയ സെല്ലിനെ ജനറേറ്റീവ് സെല്ലെന്നും വിളിക്കും. ഈ ജനറേറ്റീവ് സെൽസ് ദാറ്റ് ഫ്ലോട്ട് ഇൻ ദി സൈറ്റോപ്ലാസം ഓഫ് വെജിറ്റേറ്റീവ് സെൽ. വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സെല്ലായിട്ടാണ് ജനറേറ്റീവ് സെൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ഉള്ളിൽ പൊങ്ങിക്കിടക്കുന്ന പോലെയുള്ള ഒരു സെല്ലാണ് ജനറേറ്റീവ് സെൽ. ഓക്കെ, അപ്പോൾ ഇവിടെ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ്, ഇറ്റ് കൺസിസ്റ്റ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആൻഡ് ഓൾസോ ഇറഗുലർ ഷേപ്ഡ് ന്യൂക്ലിയസ് അല്ലേ? ലാർജ് ടൈപ്പ് ഓഫ് സെൽസ് ആണ് വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ലാർജ് ആണ് ആൻഡ് ഇറഗുലർ ഷേപ്ഡ് ന്യൂക്ലിയസ് ഉണ്ടാവും. ഇറഗുലർ, ഒരു പ്രത്യേക ഷേപ്പൊന്നുമില്ലാത്ത ഇറഗുലർ ഷേപ്ഡ് ന്യൂക്ലിയസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇറ്റ് സ്റ്റോർ റിസർവ് ഫുഡ് മെറ്റീരിയൽ. റിസർവ് ഫുഡ്സ് എന്ന് വെച്ചാൽ ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അല്ലേ? റിസർവ് ആണ്, സ്റ്റോർ ചെയ്തിട്ടുള്ള ഫുഡ് ധാരാളം സ്റ്റോർ ചെയ്തിട്ടുള്ള സെല്ല് കൂടിയാണ് വെജിറ്റേറ്റീവ് സെല്ല്. ഓക്കെ, അപ്പോൾ വെജിറ്റേറ്റീവ് സെൽസിൻ്റെ പ്രത്യേകതയാണ് ലാർജ് ആയിരിക്കും, ഇറഗുലർ ന്യൂക്ലിയസ് ഉണ്ടാവും, റിസർവ് ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് സെല്ലാണ് ജനറേറ്റീവ് സെൽ. ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത് അതിനൊരു സ്പിൻഡിൽ ഷേപ്പാണ് പറയുന്നത്. NCERT-ൽ ഇറ്റ് കൺസിസ്റ്റ് സ്പിൻഡിൽ ഷേപ്ഡ് സ്ട്രക്ചറാണ്. സ്പിൻഡിൽ ഫോർമേഷൻ, സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോർമേഷനൊക്കെ നമ്മൾ മിയോസിസ് സെൽ ഡിവിഷനിൽ ധാരാളം കഴിഞ്ഞ വർഷം നന്നായി പഠിച്ചതാണ് അല്ലേ? അതേപോലെ തന്നെ അത് ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ടാവും, അതേപോലെ ന്യൂക്ലിയസും പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ജനറേറ്റീവ് സെല്ലിൻ്റെ പ്രത്യേകത. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ജനറേറ്റീവ് സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞത് സ്പിൻഡിൽ ഷേപ്ഡ് ആണ് അല്ലേ? സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. അതേപോലെ തന്നെ എന്താണ്? ഡെൻസ് സൈറ്റോപ്ലാസം ആയിരിക്കും. ഡെൻസ് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? തിക്കായിട്ടുള്ള നല്ല ന്യൂട്രിയൻസ് കണ്ടൻസ് ഒക്കെ ഉള്ള എല്ലാ സെൽ ഓർഗനൽസുകളും ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ ഒരു സ്റ്റേജാണ് ഡെൻസ് സൈറ്റോപ്ലാസം. ആൻഡ് വിത്ത് ന്യൂക്ലിയസ് അല്ലേ? ന്യൂക്ലിയസ് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു സെല്ലാണ് ജനറേറ്റീവ് സെൽസ്. അപ്പോൾ വെജിറ്റേറ്റീവ് സെൽസ്, ജനറേറ്റീവ് സെല്ല്, രണ്ട് ടൈപ്പ് സെല്ലുകളാണ് ഇതിലുള്ളത്.
പോളൻ ഗ്രെയിൻസിലുള്ളത് അല്ലേ. അപ്പോൾ ജനറേറ്റീവ് സെല്ല് ലാർജ് സെല്ലാണ്, ഇറഗുലർ ഷേപ്പിൽ ന്യൂക്ലിയസ് ആയിരിക്കും, അബണ്ടൻ്റ് റിസർവ് ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ജനറേറ്റീവ് സെല്ലിലാണെങ്കിൽ സ്പിൻഡിൽ ഷേപ്പ്ഡ് ആയിരിക്കും, അതേപോലെ തന്നെ ഡെൻസ് സൈറ്റോപ്ലാസ് ആയിരിക്കും, അതേപോലെ തന്നെ ന്യൂക്ലിയസ് ഉണ്ടാവും. സൈറ്റോപ്ലാസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് ഡീറ്റെയിൽസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഈ പോളൻ ഗ്രെയിൻസിൻ്റെ പ്ലാന്റ്സുകൾ ഒരു 60% പ്ലാന്റ്സിൽ 60% പ്ലാന്റ്സിൽ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യുന്നത് 2 സെൽഡ് സ്റ്റേജ് ആയിരിക്കും. അതാണ് 2 സെൽഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും ഉള്ള 2 സെല്ലായിട്ടാണ് 60% പ്ലാന്റ്സുകൾ ഷെഡ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഡിഹൈസ് ചെയ്യുന്നത്, ആന്തറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ 2 സെല്ലുകൾ ഉണ്ടാവും. ഇനി ചില പ്ലാന്റ്സ്, അതായത് 60% കഴിഞ്ഞാൽ ബാക്കി എത്ര ശതമാനം ഉണ്ട്? യെസ്, 40% അല്ലേ. അപ്പോൾ 40% പ്ലാന്റ്സുകളിൽ 3 സെൽഡ് കണ്ടീഷനിലാണ് പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്ന് പുറത്തേക്ക് വരിക. ഓക്കെ, അപ്പോൾ 3 സെൽഡ് കണ്ടീഷൻ ആവണമെങ്കിൽ ഇവിടെ സാധാരണ നമ്മൾ സ്ട്രക്ചറിൽ പഠിച്ച 2 സെല്ലല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ മൂന്നാമത്തെ സെല്ല് എങ്ങനെ ഉണ്ടാവുക? അതായത് ജനറേറ്റീവ് സെല്ലാണ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. ജനറേറ്റീവ് സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും, അതിന് 2 ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ. അങ്ങനെ 3 സെൽഡ് സ്റ്റേജിലുള്ള പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. അത് 40%ഓളം പ്ലാന്റ്സുകളിൽ ആന്തറിൽ വെച്ച് തന്നെ 3 സെൽഡ് സ്റ്റേജ് ആവും. ഓക്കെ, എന്നാൽ 60% 2 സെൽഡ് സ്റ്റേജിലായിരിക്കും ആന്തറിൽ നിന്ന് ഷെഡ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോറോപോളിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ നന്നായി പഠിക്കുക. ഓക്കെ, ഇനി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പോളൻ ഗ്രെയിൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസുകളുണ്ട്. ഇതിൽ ഫസ്റ്റ് ടേംസ് എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസിൽ പോളൻ അലർജി എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പോളൻ അലർജി. ഓക്കെ, ഇപ്പോൾ പോളൻ അലർജി എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, പലർക്കും പല രൂപത്തിലുള്ള അലർജിക് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അല്ലേ. എന്നാൽ പോളൻ ഗ്രെയിൻസ് മൂലം ചില സമയത്ത് ഫ്ലവേഴ്സിൻ്റെ പോളൻ ഗ്രെയിൻസ് പുറത്തു വരുമ്പോൾ അതിന് പ്രത്യേക സ്മെല്ലുണ്ടാവും. നിങ്ങൾ പലരും അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ സ്മെല്ലുകൾ, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ്, ചിലപ്പോൾ സ്മെല്ലില്ലാത്ത പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. അപ്പോൾ അത്തരം പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? നമ്മൾ നഴ്സൽ ക്യാവിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് അലർജിക് പ്രോബ്ലംസ് ഉണ്ടാവും. ലങ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള അലർജിക് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ. അത്തരം അലർജികളെയാണ് നമ്മൾ പോളൻ അലർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോളൻ അലർജിയിൽ മെയിനായിട്ട് ഉണ്ടാകുന്ന അസുഖം എന്ന് പറയുന്ന ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലുള്ള രോഗങ്ങളാണ് അല്ലേ. അപ്പോൾ അതുമൂലം പോളൻ അലർജി എന്ന് പറഞ്ഞാൽ അലർജിക് പ്രോബ്ലംസ് ഡ്യൂ ടു പോളൻ ഗ്രെയിൻസ്, ദറ്റ് ഈസ് കോൾഡ് പോളൻ അലർജി അല്ലേ. അലർജിക് പ്രോബ്ലംസ് ഡ്യൂ ടു പോളൻ ഗ്രെയിൻസ്, ദറ്റ് ഈസ് കോൾഡ് പോളൻ അലർജി. അതുമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്, അസുഖങ്ങളാണ് ആസ്മ അല്ലേ. ആസ്മ, അതേപോലെ തന്നെ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന രോഗം. ഓക്കെ, അപ്പോൾ ആസ്മ എന്ന് പറയുന്നത് ശ്വാസം മുട്ടൽ പോലുള്ളതാണ്. ബ്രോങ്കസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലങ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്സുകളാണ്. അപ്പോൾ അതിൽ വരുന്ന പ്രോബ്ലംസുകളാണ്. ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന രോഗം തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്നത് ബിക്കോസ് ഓഫ് ദി പോളൻ അലർജി. ഓക്കെ, അപ്പോൾ അലർജിക് പ്രോബ്ലംസിന്, പോളൻ അലർജിക്ക് മെയിനായിട്ട് കാരണമായിട്ടുള്ള ഒരു പ്ലാന്റാണ് പാർത്തീനിയം സ്പീഷ്യസ് എന്ന് പറയുന്നത്. നമ്മൾ ചുറ്റുപാടിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്ലാന്റാണ് പാർത്തീനിയം സ്പീഷ്യസ് എന്ന് പറയാം. പാർത്തീനിയം അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു പേര് വിളിക്കും ക്യാരറ്റ് ഗ്രാസ് എന്നും പറയും. ക്യാരറ്റ് ഗ്രാസ്, ക്യാരറ്റ് അല്ല, സാധാരണ ക്യാരറ്റ് അല്ല, ഗ്രാസ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്ന പാർത്തീനിയം സ്പീഷ്യസ്. ഇപ്പോൾ നിങ്ങൾ നെറ്റിൽ അടിച്ച് നോക്കിയാൽ പാർത്തീനിയം സ്പീഷ്യസ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് പോളൻ അലർജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് പോളൻ അലർജി? പോളൻ അലർജി മീൻസ് ഇറ്റ് ഈസ് എ allergic problems due to pollen grains. So in which what is the problems of this disease or this pollen allergy? That is mainly asthma, bronchitis.
അതേപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സുകളും നമുക്ക് വേണമെങ്കിൽ പറയാം. റെസ്പിറേറ്ററി ശ്വാസതടസ്സം പോലുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അതേപോലെ തന്നെ നെയിം ദി പ്ലാന്റ്സ് ദാറ്റ് കോസ് പോളൻ അലർജി. ഇതാണ് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പ്ലാന്റ്, പോളൻ അലർജി കാരണമായിട്ടുള്ള പ്ലാന്റ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ തന്നെ ചോദിക്കാം നെയിം ദി പ്ലാന്റ്സ് ദാറ്റ് കോസ് പോളൻ അലർജി എന്ന് ചോദിച്ചാൽ നമുക്ക് പാർത്തീനിയം സ്പീഷീസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ് എന്ന് എഴുതിയാലും കറക്റ്റാണ്. ഓക്കെ, ഇനി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പോളൻ ഗ്രെയിൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ടേംസ് ആണ് പോളൻ പ്രോഡക്റ്റ് എന്നറിയപ്പെടും. ഓക്കെ, പോളൻ പ്രോഡക്റ്റ്. പോളൻ പ്രോഡക്ട്സ് എന്താണ്? പോളൻ പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ പോളൻ ഗ്രെയിൻസിൽ നിന്ന് പല ഹ്യൂമൻ ബീയിങ്സിന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന പല പ്രോഡക്ട്സുകളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ദിസ് യൂസ്ഡ് ആസ് എ ഫുഡ് സപ്ലിമെന്റ്സ്. പോളൻ ഗ്രെയിൻസ് യൂസ്ഡ് ആസ് എ ഫുഡ് സപ്ലിമെന്റ് ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഹൈ ന്യൂട്രിറ്റീവ് വാല്യൂ. നന്നായി ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, മിനറൽസ് കണ്ടന്റ് പ്രസന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ ഒരു പ്ലാന്റ്സിൻ്റെ ഒരു പ്രോഡക്റ്റാണ് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹണി ബീസ് ഒക്കെ ഇത് പോളൻ ഗ്രെയിൻസ് എടുത്തിട്ടാണ് ഹണി ഉണ്ടാക്കുന്നത് അല്ലേ. നമ്മൾ ഹണി ഒരു തേന് ഒരു 4 സ്ഥലത്ത് നിന്ന് നമ്മൾ തേൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ തേനിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ പലതരത്തിലുള്ള പൂക്കളുള്ള പോളൻ ഗ്രെയിൻസിൻ്റെ പ്രസൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഹൈലി ന്യൂട്രിറ്റീവ് ആണ്. ഹണി നമുക്കറിയാം വളരെ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻസ് കൂടിയാണ് ഹണി. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോളൻ ഗ്രെയിൻസ് ആണ് ഹണി ബി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സ് ഈ പോളൻ ഗ്രെയിൻസ് എടുത്തിട്ട് പലതരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ, സിറപ്പുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പോളൻ പ്രോഡക്ട്സ് അല്ലേ. അപ്പം വൈ പോളൻ ഗ്രെയിൻസ് യൂസ്ഡ് ആസ് എ ഫുഡ് സപ്ലിമെൻ്റ് എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ ആൻസർ പറയാം? ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഹൈ ന്യൂട്രിയൻസ് അല്ലേ. അപ്പോൾ ഹൈ ന്യൂട്രിയൻസ് പ്രസൻ്റ് ആയതുകൊണ്ടാണ് പോളൻ ഗ്രെയിൻസ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഫുഡ് സപ്ലിമെന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. എന്താണ് സപ്ലിമെന്റ്സ്? പല ഫുഡ് ഐറ്റംസിലും സിറപ്പുകളും ക്യാപ്സ്യൂളുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോളൻ ഗ്രെയിൻസ് ഉപയോഗിക്കാൻ കാരണം ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഹൈ ന്യൂട്രിയൻസ്. ഓക്കെ, ഇനി ഈ ഫുഡ് സപ്ലിമെന്റ്സിൽ പെട്ടതാണ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ബി പോളൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ബി പോളൻ നമുക്ക് ചിലപ്പോൾ വാങ്ങിക്കാൻ കിട്ടും, ക്യാപ്സ്യൂളുകളായിട്ടും സിറപ്പുകളായിട്ടും ഒക്കെ വാങ്ങാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ലറ്റ്സ്, അതേപോലെ തന്നെ റേസ് ഹോഴ്സസ് അല്ലേ, കുതിരപ്പന്തയത്തിന് ഉപയോഗിക്കുന്ന കുതിരകൾക്ക് കൊടുക്കും. അതേപോലെ തന്നെ അത്ലറ്റ്സുകൾക്ക് ഈ പോളൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കൊടുത്താൽ അവരുടെ പെർഫോമൻസ് ഒന്നുകൂടി കൂട്ടാൻ കഴിയുന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ധാരാളം ഈ ഒരു പോളൻ പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ we can increase the performance of athletes and race horses അല്ലേ. കുതിരപ്പന്തയം അത്ലറ്റ്സുകളുടെയും റേസ് ഹോഴ്സസുകളുടെയും എന്താണ് അവരെ പെർഫോമൻസ് കൂട്ടാൻ ഈ ഒരു ബി പോളൻ എന്ന് പറയുന്ന പോളൻ ഗ്രെയിൻസിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ടേംസ്. ഇനി തേർഡ് ടേംസിലേക്ക് പോകാം. ദറ്റ് ഈസ് പോളൻ വയബിലിറ്റി. ഇപ്പോൾ പോളൻ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ അധിക സമയം, ചില പ്ലാന്റ്സിൽ കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ, ചില പ്ലാന്റ്സിൽ കുറേ മാസങ്ങളോളം നിലനിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ കപ്പാസിറ്റിയെ പോളൻ ഗ്രെയിൻസ് റിമെയിൻ വയബിൾ, അതായത് ജീവനോടെ പോളൻ ഗ്രെയിൻസിന് ആന്തറിൽ നിന്ന് പുറത്തു വന്നാൽ ജീവനോടെ നിലനിൽക്കാൻ കഴിയുന്ന ആ ഒരു പീരീഡിനെയാണ് ആക്ച്വലി പോളൻ വയബിലിറ്റി എന്ന് പറയാം. ഇറ്റ് ഈസ് ദ പീരീഡ് or it is the times or period the pollen grains remain viable. പോളൻ ഗ്രെയിൻസ് വയബിൾ ആയിട്ട് ജീവനോടെ നിലനിൽക്കാൻ കഴിയുന്ന ആ പീരീഡിനെ ഓർ കപ്പാസിറ്റിയെയാണ് നമ്മൾ എന്താ പറയുക? പോളൻ വയബിലിറ്റി എന്ന് പറയാം. ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് പോളൻ ഗ്രെയിൻസ് ടു റിമെയിൻ വയബിൾ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ദി capacity of pollen grains remain viable. Okay, so what is pollen viability എന്ന് ചോദിച്ചാൽ we can say
that is, it is the capacity of pollen grains to remain വയബിൾ ആയിട്ട് ജീവനോടെ നിലനിൽക്കാൻ കഴിയുന്ന പോളൻ ഗ്രെയിൻസിൻ്റെ ആ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ എന്താ പറയുക, പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത്. പോളൻ വയബിലിറ്റി പല പ്ലാന്റ്സുകൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വീറ്റ് അതേപോലെ തന്നെ റൈസ് പോലുള്ള പ്ലാന്റ്സുകൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രദ്ധിക്കുക, വീറ്റ് അതേപോലെ തന്നെ റൈസ് പോലുള്ള പ്ലാന്റ്സുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വയബിലിറ്റി എന്ന് പറയുന്നത് ഓൺലി 30 മിനിറ്റ്സ് ആണ്. 30 മിനിറ്റ്സ്. ഓക്കെ, ഇപ്പോൾ 30 മിനിറ്റ് മാത്രമായിരിക്കും അതിൻ്റെ വയബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ചില ഫാമിലീസ്, ലെഗ്യൂമിനേഴ്സ് ഫാമിലി, നമ്മൾ കഴിഞ്ഞ വർഷം ചില ഫാമിലികളൊക്കെ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ലെഗ്യൂമിനേഴ്സ് ഫാമിലി, അതേപോലെ തന്നെ റോസിയേസിയ ഫാമിലി, സൊളനേസിയ ഫാമിലി. ഇപ്പോൾ സൊളനേസിയ അല്ലേ, സൊളനേസിയ, റോസേസിയ ആൻഡ് ലെഗ്യൂമിനോസേ പോലുള്ള ഫാമിലികളിൽ സെവറൽ മന്ത്സ് വരെ അല്ലെങ്കിൽ മാസങ്ങളോളം ഇവയുടെ പോളൻ ഗ്രെയിൻസ് എന്താണ്, വയബിളായിട്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓരോ പ്ലാന്റ്സിനും ഡിഫറെൻ്റ് ആയിരിക്കും ബേസ്ഡ് ഓൺ ദി എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, അതിനൊക്കെ അനുസരിച്ച് ദാറ്റ് മേ ബി വേരിയബിൾ അല്ലേ, ഓരോ സ്പീഷീസിനും വേരിയബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് പോളൻ വയബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എത്ര ടേംസായി നമ്മൾ പഠിച്ചത്? 3 ടേംസ് അല്ലേ. ഏതൊക്കെയാണ്? പോളൻ അലർജി, പോളൻ പ്രോഡക്ട്സ്, പോളൻ വയബിലിറ്റി. ഓക്കെ, ഇനി 4ാമത്തെ ടേംസ് കൂടിയുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ 4th ടേം ആണ്, ലിസൺ, പോളൻ ബാങ്ക്. പോളൻ ബാങ്ക്. ബാങ്ക് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ സാധാരണ കാനറ ബാങ്ക് പല രൂപത്തിലുള്ള ബാങ്ക്സുകളുണ്ട്. അവിടെ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? യെസ്, അവിടെ ക്യാഷാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുള്ള പോളൻ ബാങ്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു എന്താണ് സ്റ്റോറിങ് ഏരിയനെയാണ് നമ്മൾ എന്താ പറയുക, പോളൻ ബാങ്ക് എന്ന് പറയാം. അപ്പോൾ പോളൻ ഗ്രെയിൻസ് പല രൂപത്തിൽ വെറുതെ നമുക്കൊരു ഷോക്കേഴ്സിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതിനെ സ്റ്റോർ ചെയ്യുന്നത് ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ലിക്വിഡ് നൈട്രജൻ at -196 degree Celsius. ലിക്വിഡ് നൈട്രജനിലാണ്, ലിക്വിഡ് നൈട്രജനിൽ -196 ഡിഗ്രി സെൽഷ്യസിലാണ് പോളൻ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോളൻ ഗ്രെയിൻസ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ liquid nitrogen at -196 degrees Celsius. This process is called a pollen bank. അല്ലേ, ഇതിനെയാണ് പോളൻ ബാങ്ക് എന്ന് പറയാം. ഈ പോളൻ ബാങ്ക്സ് ഉള്ള പോളൻ ഗ്രെയിൻസ് ഉപയോഗിച്ചുകൊണ്ട് we can study or we can use these pollen grains for different experimental process അല്ലേ. അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോളൻ ഗ്രെയിൻസ് നമുക്ക് ഭാവിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, പല ക്രോസ് ബ്രീഡിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പോളൻ ഗ്രെയിൻസ് ഉപയോഗപ്പെടുത്താം. അപ്പോൾ സീഡ് ബാങ്ക്, സ്പേം ബാങ്ക് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാങ്കാണ് പോളൻ ബാങ്ക്സ്. പോളൻ ഗ്രെയിൻസിന് മാത്രം സ്റ്റോർ ചെയ്യുന്ന, പ്രത്യേക ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോളൻ ബാങ്ക് എന്ന് പറയാം. ദിസ് യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ് അല്ലേ. പോളൻ ഗ്രെയിൻസുമായി റിലേറ്റ് ചെയ്തുള്ള പല പ്രോസസ്സിനും വേണ്ടി പോളൻ ഗ്രെയിൻസ് ഈ പോളൻ ബാങ്കിൽ നിന്ന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് പോളൻ ഗ്രെയിൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിച്ചത് പോളൻ ഗ്രെയിൻസ്, അതിൻ്റെ സ്ട്രക്ചർ, അതേപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 4 ടേംസുകളാണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചറും സ്പോറോപൊള്ളിനൊക്കെ പല തവണ ചോദിച്ചതാണ്. പോളൻ വയബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.